ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ വന്നല്ലേ പറ്റൂ. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിരിക്കുന്ന ക്യാബിൽ. ഉച്ചയിലാണ് അടുത്ത ഷിഫ്റ്റ് വരെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവാണ്. ഞാനിരിക്കുന്ന ക്യാബിൽ തൊട്ടപ്പുറത്താണ് കേട്ടോ ഇൻജസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ വീടെടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ അവരെയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അയൽവക്കക്കാരാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ അരുൺ ചേട്ടൻ. ഇൻജസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റേ ചേട്ടൻ എൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ എന്നാലും ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നെ ഏൽപ്പിച്ച കുറച്ച് ഔദ്യോഗികമായ കാര്യങ്ങൾ, ഔദ്യോഗികമൊന്നുമല്ല കേട്ടോ, അത് ഞാൻ വെറുതെ ചുമ്മാ തട്ടിയതാണ്. എൻ്റെ കുറച്ച് ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായില്ല. അങ്ങനെ 10 മണിയായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മോളിൽ ചായ കുടിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഐശ്വര്യയും കൂടി ചായ കുടിക്കാൻ പോയിട്ടോ. ഇവളാണ് ഐശ്വര്യ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുകയായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് എടുത്തില്ല, അവൾ ബിസ്ക്കറ്റ് എടുത്തു. ഇതാണ്ട് റഹ്മത്തത്ത. ഇവിടെ എല്ലാവർക്കും വെള്ളം, ചായ, ബിസ്ക്കറ്റ്, അങ്ങനെ ഇവിടുത്തെ ഓൾ ഇൻ ഓളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവർക്കും വെള്ളമൊക്കെ എത്തിച്ചെടുക്കുന്നത് പുള്ളിക്കാരിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. കുറച്ച് നേരം പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് അവൾ നേരെ റിസപ്ഷനിലേക്കും ഞാൻ എൻ്റെ ക്യാബിലേക്കും പോണ വഴിയാണ്. ഇതാണ് ഓണെയർ. തൊട്ടപ്പുറത്ത് ഡെസ്ക് ഉണ്ട്, PCR ഉണ്ട്, MCR ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് റഹ്മത്തത്ത വീണ്ടും ഇൻജസ്റ്റിലുള്ളവർക്ക് വെള്ളവും ചായ നാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ലഞ്ചിൻ്റെ ഫുഡായിരുന്നു ഈ ഫുഡൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ലഞ്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നത്തെ ലഞ്ചിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അച്ചാറാട്ടോ. നല്ല അച്ചാർ. ഞാൻ അധികം അച്ചാർ കഴിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല, പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ അച്ചാർ കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ലഞ്ച് വെച്ച് പിന്നെ തിരിച്ച് ഞങ്ങൾ വർക്കിലേക്ക് വന്നു. ഇതാണ് ശ്രീലക്ഷ്മി, ഇവിടുത്തെ ഇൻചാർജാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായി. അത് അവളാണ് നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ വീണ്ടും നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ അതിനിടയിൽ ആ ചേട്ടൻ പറയുന്നുണ്ട് എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ലേന്ന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്ട ശ്രീലക്ഷ്മിയായിട്ട്. അങ്ങനെ ഐശ്വര്യനെ വിളിച്ചു റിസപ്ഷനിൽ നിന്ന്. ആൾക്ക് വരാനൊരു ചെറിയൊരു മടി പോലെ. പിന്നെ ഞാൻ നമുക്ക് ചായ കുടിക്കാൻ പോകുമെന്നും പറഞ്ഞ് വിളിച്ച് വരുത്തി കൊണ്ടുപോയിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ആദ്യം കുറച്ച് കത്തിയൊക്കെ അടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആക്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു ആക്ടിങ്ങാണ്. ചായ കുടിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. ഇതേ കണ്ട ക്യാൻറ്റീനിൽ ആരുമില്ല. ഞങ്ങളാണ് ആദ്യമായിട്ട് ക്യാൻറ്റീനിൽ ഞങ്ങളെപ്പോൾ എത്താറുണ്ട്. ഒത്തിരി മനുഷ്യരില്ല. ഞങ്ങളാണ് ആദ്യം വന്നത്. ചായ എടുത്ത് വെച്ചിട്ടില്ല, ഉണ്ടാക്കുന്നതേ ഉള്ളൂ. വേറെ എവിടെ ഞങ്ങൾ നേരത്തെ വന്നില്ലെങ്കിലും ക്യാൻറ്റീനിൽ ഞങ്ങൾ നേരത്തെ വരും. അങ്ങനെ ചായ സ്നാക്സ് എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെയാണ് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ റഹ്മത്തത്ത അതിൻ്റെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ അവലാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവലിനോട് അധികം വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷേ ഇന്നത്തെ അവൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ